ഇനി നമ്മൾക്ക് വരുന്ന ആഴ്ച അതായത് 1 ഡിസംബർ 2020 മുതൽ 4 ഡിസംബർ 2020 വരെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ചില ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസാണ് റിയാക്ഷൻ ടു ദ GDP നമ്പർ. അതായത് ഫ്രൈഡേ അല്ലെങ്കിൽ 27 നവംബർ 2020 ഈവനിങ് സെഷനിൽ GDPയുടെ ഔട്ട്കം വന്നായിരുന്നു. Q2 GDP റിസൾട്ടിൽ ഇന്ത്യയുടെ GDP -7.5% ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു എക്കോണമിയുടെ ഷ്രിങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ കോൺട്രാക്ഷനെ കുറിച്ചോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ടെക്നിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ നമ്പർ അല്ലെങ്കിൽ -7.5% എന്ന് പറഞ്ഞാൽ റിസഷനെയാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ റിസഷനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അതായത് Q1 അല്ലെങ്കിൽ ജൂൺ മാസത്തെ GDP -23.9 ആയിരുന്നു. അതിൽ നിന്നും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് -7.5 ആയി. നല്ലൊരു ഇക്കോണമി റിക്കവറിയുടെ ഇൻഡിക്കേഷനാണ് ഇത് കാണിക്കുന്നത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ RBIയും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ FISൻ്റെ ഇത്രയും വലിയ ഒരു ബൈയിങ് തന്നെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് കൂടി നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് 2 ഡിസംബർ 2020 അതായത് 2 ഡിസംബർ 2020 പ്രത്യേകത ബർഗർ കിങ്ങിൻ്റെ IPO വരികയാണ്. ബർഗർ കിങ്ങിൻ്റെ IPOയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ അതിൻ്റെ വളരെ അല്ലെങ്കിൽ വാല്യുവേഷനുള്ള സ്റ്റോക്ക് പ്രൈസ് തന്നെയാണ്. അതായത് IPOയുടെ ലോവർ പ്രൈസ് ബാൻഡായിട്ട് 59 രൂപയും അപ്പർ പ്രൈസ് ബാൻഡായിട്ട് 60 രൂപയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ കമ്പനിയുടെ പോപ്പുലാരിറ്റിയും ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. ഈ IPOയെക്കുറിച്ചും ഈ IPOയിൽ നിന്ന് നമ്മൾക്ക് എത്ര ശതമാനം ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ഈ IPOയെ ഒരു ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി അപ്രോച്ച് ചെയ്യണമോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ എന്ന പർപ്പസിന് വേണ്ടി അപ്രോച്ച് ചെയ്യണമോ എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. 1 ഡിസംബർ 2020 മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഒപെക് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിൻ്റെ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് നടക്കുന്നത് 30 നവംബർ 2020 അതുപോലെ തന്നെ 1 ഡിസംബർ 2020. ഈ മീറ്റിങ്ങിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം ഗ്ലോബലി ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. അതിനുള്ള റീസൺ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ മൂലമുണ്ടായ സ്ലോ ഡൗൺ ആണ്. അതുകൊണ്ട് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു സുപ്രധാനമായ തീരുമാനം നമ്മൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ കൊമോഡിറ്റിയുടെയും പ്രൈസിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 ഡിസംബർ 2020 നമ്മൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ കോമോഡിറ്റി ട്രേഡ് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ് ആണ് 1 ഡിസംബർ 2020. ഇനി വരുന്ന ആഴ്ച അതായത് 1 ഡിസംബർ 2020 മുതൽ 4 ഡിസംബർ 2020 വരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഓട്ടോ സെക്ടറാണ്. അതായത് ഓട്ടോ സെക്ടറിലെ കമ്പനികളുടെ സെയിൽസിനെ കുറിച്ചുള്ള നവംബർ മാസത്തിലെ ഓട്ടോ സെയിൽസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഈ ആഴ്ച വരും. ആ റിപ്പോർട്ടിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ AMG ഗ്ലോബലിൻ്റെ റിപ്പോർട്ട് പ്രകാരം 3 സെഗ്മെൻറ്റുകളിൽ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒന്ന് ട്രാക്ടർ സെക്ടർ, രണ്ടാമത് 2 വീലർ സെക്ടർ, മൂന്നാമത്തത് പാസഞ്ചർ വെഹിക്കിൾ സെക്ടർ. ഈ 3 സെക്ടറിലെയും സ്റ്റോക്കുകൾ നന്നായി പെർഫോം ചെയ്യാനാണ് സാധ്യത എന്നാണ് AMG ഗ്ലോബൽസ് പറയുന്നത്. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഒരു ഡിമ്മിനെയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് കാണുന്നത്. ഇനി ഏതൊക്കെ സ്റ്റോക്കുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ എസ്കോട്ട്സും അതുപോലെ തന്നെ M&Mമാണ്. ഇത് രണ്ടും ട്രാക്ടർ പ്രൊഡക്ഷൻ ആയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതും ട്രാക്ടർ ഫീൽഡിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം 2 വീലർ സെഗ്മെൻറ്റിലെ ഹീറോ അതുപോലെ തന്നെ ബജാജ് ഓട്ടോ എന്നീ സ്റ്റോക്കുകളും മാരുതി സുസുക്കി എന്നീ സ്റ്റോക്കുകളിലും നമ്മൾക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് 4 ഡിസംബർ 2020 നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിവ്യൂ ആണ്. അതായത് 2 ഡിസംബർ 2020 മുതൽ 4 ഡിസംബർ 2020 വരെയാണ് ഈ റിവ്യൂ നടക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 4 ഡിസംബർ 2020 നമ്മൾക്ക് ഈ റിവ്യൂവിൻ്റെ ഔട്ട്കം പ്രതീക്ഷിക്കാം. പ്രീവിയസ് ക്വാർട്ടറിലെ MPC അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിവ്യൂവിനെ കുറിച്ചും അതിനുശേഷം ഏതൊക്കെ സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് വന്നത് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഫിനാൻസ് സെക്ടർ അല്ലെങ്കിൽ NBFC സെക്ടറിലെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പല
ഡിസിഷൻസും അന്ന് എടുത്തിട്ടുമുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഈ ക്വാർട്ടറിൽ കാണാൻ സാധിച്ചതുമാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതായത് 4th ഡിസംബർ 2020 നെക്സ്റ്റ് അല്ലെങ്കിൽ വരുന്ന ക്വാർട്ടറിലേക്കുള്ള എന്തൊക്കെ തീരുമാനമാണ് RBIയുടെ സൈഡിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളത്. നോർമലി MPC മീറ്റിംഗ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ സംഭവിക്കുന്നത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഉള്ള അതിൻ്റെ റേറ്റ് ഫിക്സേഷനാണ് നടക്കുന്നത്. ഇയർലി സോഴ്സിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോ റേറ്റുകളിലും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റുകളിലും ഒരു മാറ്റം ഗവൺമെൻറ് വരുത്തില്ല എന്നാണ് ഇയർലി സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വാക്സിൻ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SII അതിന് എമർജൻസി വാക്സിൻ യൂസ് ചെയ്യുന്നതിനായിട്ട് ഓക്സ്ഫോർഡിൻ്റെ അസ്ട്രാസെനെക്ക എന്ന് പറയുന്ന COVID-19 വാക്സിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എമർജൻസി ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി. അതിന് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ന്യൂസാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.